കൂടെ വന്ന പെണ്ണിനെ അയാളുടെ മുറിയിൽ വിട്ട് സഹായി പുറത്തേക്ക് പോയി. അവളൊരു നനഞ്ഞ പക്ഷിയെപ്പോലെ തല കുനിച്ച് നിൽക്കുകയാണ്. എന്താണ് പേര്? നിർമ്മല. കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുവല്ലോ. പേര് പറയാൻ ഉയർത്തിയ തല വീണ്ടും കുനിച്ചു. അവൾ മൂളുക മാത്രം ചെയ്തു. അയാൾ എഴുന്നേറ്റ് നിർമ്മലയുടെ ചുറ്റും നടന്ന് നിരീക്ഷിച്ചു. ചുണ്ടിലും മാറിലും അയാളുടെ കണ്ണുകൾ വീണപ്പോഴേക്കും അവൾ വല്ലാതെ വിയർത്തിരുന്നു. പതിയെ നിർമ്മലയുടെ മുടിയിൽ തലോടിയ അയാളുടെ വിരലുകൾ ഊർന്ന് നെറ്റിയിലേക്കും അവിടെ നിന്നും മൂക്കുവഴി ആ മലർന്ന അധരങ്ങളിലേക്കും വന്നു തൊട്ടു. അവൾ ആ നേരങ്ങളിൽ ഒരു ആലില പോലെ വിറച്ചു. അക്രിലിക് നിറങ്ങളുടെ അമ്ലമണം വമിക്കുന്ന അയാളുടെ വരമുറിയായിരുന്നു അത്. അതിനകത്തെത്തിപ്പെട്ടാൽ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന പ്രതീതിയാണ്. പ്രധാന കാരണം തുറച്ചു നോക്കുന്ന നിരവധി പുരുഷന്മാരുടെ കണ്ണുകളുണ്ട് ആ ചുമരിൽ. വിളഞ്ഞു നിൽക്കുന്ന പാടത്തിലാരോ ഒരു മെലിഞ്ഞ കർഷകനെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അതും പരസ്പരം കെട്ടിപ്പിടിക്കുന്ന പഴുത്ത മുളന്തണ്ടിൻ്റെ നടുവിൽ. ചിറക് മുറിഞ്ഞ് ചോര വീശി പാറുന്ന ഒരു ചെമ്പോത്തിനെയും അരികിൽ കാണാം. നിർമ്മലയിൽ ഭയം വിറച്ചു. കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും രക്തം ചുരത്തുന്ന മുലകളുമായി 3 പെണ്ണുങ്ങളെയും കൂടി അവൾ കണ്ടു. കൈകൾ കൊണ്ട് തുടയെടുക്ക് മറച്ചു നിൽക്കുന്ന ആ ചിത്രങ്ങളിലൊന്നും തലകളുണ്ടായിരുന്നില്ല. രക്തമിറ്റ് വീഴുന്ന മൂർച്ചയുള്ള കത്തിയും കുന്തവും കോടാലി നിറങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ മുറിയുടെ മൂലയിൽ അയാൾക്കിരിക്കാനൊരു ചാരുകസേരയുമുണ്ട്. പേടിയൊന്നും വേണ്ട, ഇവിടെ നമ്മൾ 2 പേർ മാത്രമേ ഉണ്ടാകൂ. പൂർണ്ണ നഗ്നിയായി ഇതുവിടത്താണ് ആ പീഠത്തിലിരിക്കേണ്ടത്. അയാളുടെ കൈകളിൽ വിടർന്നു നിൽക്കുന്ന ആ പനിനീർ പൂവിൻ്റെ ദളങ്ങളെ നോക്കിക്കൊണ്ടാണ് ഉടുത്തിരിക്കുന്ന വേഷങ്ങൾ ഓരോന്നായി നിർമ്മല അഴിച്ചു മാറ്റി. ആ കടുകട്ടി ചുവന്ന പൂവുമായൊരു പെണ്ണ് പൂർണ്ണ നഗ്നിയായി തൻ്റെ മുന്നിലെ ആ പീഠത്തിലിരുന്നപ്പോൾ അയാളും തയ്യാറായി. അഴിച്ചിട്ട മുടിയുമായി ഇടതുവശത്തേക്ക് ചാഞ്ഞിരിക്കുന്ന അവളുടെ വലതു കൈയിൽ മൂക്കോട് ചേർന്നാണ് ആ പനിനീർ പുഷ്പം. ഹ, അനങ്ങല്ലേ? ബ്രഷ് മുക്കാൻ വെള്ളം നിറച്ചു വെച്ച മൊന്ത തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഭയന്ന് സ്തംഭിച്ചു പോയ അവൾക്ക് വീണ്ടും ഒരു ശ്വാസമെടുക്കാൻ തന്നെ നേരം ഏറെ വേണ്ടി വന്നു. അയാൾ നിർമ്മലയെ തൻ്റെ ക്യാൻവാസിലേക്ക് പകർത്തുന്നത് വീണ്ടും തുടർന്നു. സസൂക്ഷ്മം നിരീക്ഷിച്ച് അവളുടെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴാനൊരുങ്ങിയ നീർത്തുള്ളിയെ കൂടി വരച്ചപ്പോൾ അയാളുടെ സമനില തെറ്റുകയായിരുന്നു. സ്റ്റാൻഡിൽ നിന്ന് ക്യാൻവാസ് വലിച്ചിളക്കി നിർമ്മലയുടെ ദേഹത്തേക്ക് അയാൾ ചുരുട്ടിയെറിഞ്ഞു. കണ്ണുകളിൽ കണ്ണീരല്ല, കനലാണ് വേണ്ടത്. അതാ കയ്യിലെ പൂവിൽ ജ്വലിക്കണം. അവളുടെ തൊട്ടടുത്തേക്ക് ചെന്നാണ് അയാളത് പറഞ്ഞത്. പറയുമ്പോൾ ആ പുക പിടിച്ച ചുണ്ടുകൾ തൻ്റെ കൺപുരികത്തിൽ തൊട്ടോയെന്ന് വരെ നിർമ്മല സംശയിച്ചു. വല്ലാത്തൊരു ദേഷ്യത്തോടെയാണ് അയാൾ ആ മുറി വിട്ട് പുറത്തേക്ക് പോയത്. നിർമ്മല ധൃതിയിൽ തൻ്റെ നഗ്നതയിലേക്ക് ഉടുപ്പിട്ടു. തുടർന്നൊരു പ്രാപ്പിടിയൻ റാഞ്ചിയ കോഴിക്കുഞ്ഞിനെ പോലെ പിന്നെയും ആ പീഠത്തിൽ പതുങ്ങി അങ്ങനെയിരുന്നു. അല്പനേരത്തിനുള്ളിൽ ചുണ്ടിലൊരു നീളൻ ചിരിയുമായി അയാൾ മുറിക്കകത്തേക്ക് വന്നു. തത്സമയം അവൾ എഴുന്നേറ്റ് തനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറയുകയും ചെയ്തു. എന്തിനാണ് പിന്നെ ഇങ്ങോട്ട് വന്നതെന്ന് അയാൾ നിർമ്മലയോട് ചോദിച്ചു. ചിത്രം വരയ്ക്കാൻ നിന്നുകൊടുത്താൽ പണം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ പണം വേണ്ടേ? വേണ്ട. ശേഷം തൻ്റെ പാഴായിപ്പോയ നേരത്തിനെന്ത് സമാധാനമാണെന്ന് അയാൾ ചോദിച്ചപ്പോൾ നിർമ്മല തല കുനിക്കുകയായിരുന്നു. ചിത്രം പൂർത്തീകരിക്കാതെ നിനക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ലെന്ന് കൂടി അയാൾ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും നഗ്നയായി. പെട്ടെന്ന് വരച്ചിട്ട് തന്നെ വിടൂ എന്നും പറഞ്ഞ് അവൾ തൻ്റെ മുടിക്കെട്ടഴിച്ചു. തുടർന്ന് വലത് കൈയിൽ പൂവുമായി ഇടത്തോട്ട് ചാഞ്ഞ് ആ പീഠത്തിലേക്കിരുന്നു. ലൈംഗിക രുചികൾക്ക് തന്നെ സമീപിക്കുന്ന എത്രയോ പുരുഷന്മാരെ നിർമ്മല കണ്ടിട്ടും കൊണ്ടിട്ടുമുണ്ട്. വഴങ്ങിയിട്ടും തന്നെ ബലമായി ഉപയോഗിക്കുമ്പോൾ അനുഭവപ്പെടുന്നൊരു വേദനയോട് കൂടിയാണ് അവൾ പിന്നീട് ആ മുറിയിലിരുന്നത്. ലോകം വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും മാത്രമാണെന്ന ബോധം ജീവിതത്തിൽ തനിച്ചായ ഘട്ടത്തിൽ നിർമ്മലയിൽ ഉറച്ചിട്ടുണ്ട്. താൻ ഇന്ന് മുഴുവൻ വിൽക്കപ്പെട്ടിരിക്കുന്നു. വാങ്ങിയാൽ തന്നെ യഥേഷ്ടം ഉപയോഗിക്കട്ടെ എന്ന് അവൾ കരുതി. ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി നിർമ്മല അനുസരിച്ചു. ഓരോ നിറങ്ങളായി അയാൾ തന്നെ ഒപ്പിയെടുക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നില്ല. കൺകോണിൽ വാടാൻ തുടങ്ങിയ വിരലിലെ ഇതളുകൾ മാത്രം. നിർമ്മലയുടെ കണ്ണുകൾ കനൽ പോലെ ജ്വലിച്ചപ്പോൾ അയാൾ അതീവ സന്തോഷവാനായി. പനിനീർ പൂവുമായി രാത്രി മാനം നോക്കിയൊരുവൾ ജ്വലിക്കുന്ന കണ്ണുകളുമായി ശൂന്യതയിൽ ഇടം വശം ചാഞ്ഞിരിക്കുന്നു. പ്രണയവും പകയും ഒരുപോലെ കൊമ്പ് കോർക്കുന്നൊരു അത്യപൂർവ ചിത്രമായിരുന്നു അത്. തന്നെ ഭയപ്പെടുത്തിയും കൽപ്പിച്ചും തൻ്റെ മുഖമുള്ള പെണ്ണിനെ താൻ ഒരിക്കലും
തലയിൽ കൊള്ളാത്ത വികാരതലത്തിലേക്ക് പറിച്ചു പകർത്തിയത് കണ്ടപ്പോൾ അവൾ ആശ്ചര്യത്തോടെ നിന്നു. നിറഞ്ഞു കവിയുന്ന പുഴയെ നോക്കി വരണ്ടു പാറുന്ന മണൽക്കുന്നുകളെ വരയ്ക്കുന്ന ഒരു വിരോധാഭാസമാണ് മിക്ക സൃഷ്ടികളുമെന്ന് നിർമ്മലയ്ക്കന്ന് തോന്നിയിട്ടുണ്ടാകും. അവൾക്ക് പറഞ്ഞ പണവും കൊടുത്ത് തൻ്റെ പൂർത്തീകരിച്ച ചിത്രത്തെ കണ്ണുകൾ കൊണ്ട് തൊട്ടും തലോടിയും അയാൾ ആസ്വദിക്കുകയാണ്. ഇതിൽ എവിടെയാണ് സാറേ ഞാൻ? ആ ചിത്രത്തിലേക്ക് ചൂണ്ടി നിർമ്മല ചോദിച്ചു. അവളെ കേട്ടതായിട്ട് പോലും അയാൾ ഭാവിച്ചില്ല. ചിത്രകാരൻ തൻ്റെ പൂർത്തീകരിക്കപ്പെട്ട സൃഷ്ടിയിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമെന്നോണം അയാൾ കാണാത്ത ഒരു കാഴ്ചയിലേക്ക് അവളുടെ ശ്രദ്ധ കൊളുത്തി. ആരും കേൾക്കുന്നില്ല എന്നറിഞ്ഞിട്ടും ധനിയെ എന്ന പോലെ അതാണ് താനെന്ന് നിർമ്മല പറഞ്ഞു. വരയ്ക്കാൻ ഇരുന്നു കൊടുത്ത പീഠത്തിൻ്റെ അരികിലായി ദളം വിട്ടടർന്ന വാടിയ പനിനീർ പുഷ്പത്തിലായിരുന്നു ആ നേരം അവളുടെ കണ്ണുകൾ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.